കുട്ടിയുടെ കോട്ട ഭസ്മമാക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് വന്ന് ഒന്ന് സമാധാനിപ്പിക്കണം. ശരി, കോനൂര് പൊയ്ക്കൊള്ളു. ഞാൻ ഇപ്പൊ തന്നെ കോട്ടഭാഗത്തിലെത്തിക്കൊള്ളാം. മഹാരാജാവേ, ഞങ്ങളുടെ പാണൻ പുത്തൂരം വീട്ടിനെ കുറിച്ചൊന്ന് പാടിപ്പോയി. അതിനാ പാവപ്പെട്ട പാണന്റെ തല അറുപ്പെടുത്തിരിക്കുന്നു. നിങ്ങളെല്ലാം പയറ്റിത്തെളിഞ്ഞ ദേവകന്മാർ, നാഹമില്ലാതെ തെരുവിൽ കിടന്ന് വെട്ടിമരിക്കരുത്. സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രമേ വാളുറയിൽ നിന്ന് ഊരാവൂ. പുത്തൂരൻ വീട്ടുകാർ ഇന്നോളം അതേ ചെയ്തിട്ടുള്ളൂ. ഇവന്റെ അച്ഛൻ ചന്തു, അപ്പൂപ്പൻ അരിങ്ങോടൻ, ഇവന്മാരെല്ലാം ചതിയന്മാരായിരുന്നു. എന്റെ അമ്മാവനെ ചതിച്ചല്ലേ കൊണ്ടത്. എന്റെ അരിങ്ങോടൻ അപ്പൂപ്പനെ മുറിച്ചുരുകി എറിഞ്ഞു കൊന്നത് ചതിയല്ലേടാ. തമ്പിക്കുട്ടി, കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്തൊരു പാടിനെ കൊന്നു. എന്റെ അച്ഛനെതിരായി ഇവിടെ പാടി നടക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇത് നിനക്കെല്ലാം ഒരു പാഠമായി. ആരോപണത്തെ കുറിച്ച് ഇനിയും പാടും. പോലശ്രീനാട് നിന്റെ അച്ഛന് സ്ത്രീധനം കിട്ടിയതാണോ? വലിയൊരു ഈശ്വരനായിരുന്നോ ഈ ആരോമ ചേകവർ? നേരും നെറിയും തെറ്റി അദ്ദേഹം നടന്നിട്ടില്ലേ? ഇല്ല ഇല്ല. ഈ കൊതിയും ചതിയും ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ല. ഭഗവാൻ കൃഷ്ണൻ വരെ യുദ്ധത്തിൽ ചതി ചെയ്തിട്ടുണ്ട്. പോയി കാറ കളിക്കണ പിള്ളേരെ. മഹാരാജാവേ, ഒരാൾ അച്ഛനെ കുറിച്ച് പാടുമെന്ന് പറയുന്നു. മറ്റൊരാൾ എന്റെ അച്ഛനെ കുറിച്ച് ദുഷിച്ച് പാടരുതെന്ന് വിലക്കുന്നു. രണ്ടും ശരിയല്ലേ? ശരിയാണ്. അതിരിക്കട്ടെ, നിങ്ങൾ ആരാണ്? ഞങ്ങൾ വഴിയാത്രക്കാരാണ്. പേര്? ചന്ദ്രപ്പൻ. ചന്ദ്രപ്പൻ ആരാങ്ങളുടെ ഒരു ആനയെ കിട്ടി. കണ്ട വഴിയാ നടടാ നട, ഓടടാ ഓട്ടം. വന്നിരിക്കുന്ന ഒരു പോര് പറയാൻ. ആരോമൽ ചേകവർ. കേട്ടോളി നാട്ടാരെ, ഇവർ പാടിപ്പുകട്ടുന്ന അദ്ദേഹത്തിന്റെ കഥ. പണ്ട് പകിടകളി പഠിക്കാൻ അദ്ദേഹം അമ്മാവന്റെ വീട്ടിൽ പോയി. അർദ്ധരാത്രിയിൽ ആരോരും അറിയാതെ അമ്മാവന്റെ മകൾ തുമ്പോലാർച്ച ഉറങ്ങും അറയിൽ കയറി. ആ സ്ത്രീ കരഞ്ഞ് കാലി പിടിച്ചപേക്ഷിച്ചു, എന്നെ ചതിക്കരുതേ എന്ന്. അദ്ദേഹം വീരശൂര പരാക്രമിയല്ലേ, എല്ലാം ഞാനേറ്റു എന്ന് വാക്കുകൊടുത്തു. എന്തിനേറെ പറയണ്, ആ സ്ത്രീയെ പിഴപ്പിച്ചു. ഗർഭിണിയായ അവളെ വീട്ടുകാർ അടിച്ചിറക്കി. ഉരപ്പുരയിൽ കിടന്ന് പ്രസവിച്ചു ഒരാൾ കുഞ്ഞിന്. ഈ പറയുന്ന നല്ലവനായ ആരോമൽ ചേകവരെ പിന്നീട് അങ്ങോട്ടൊന്നും കണ്ടിട്ടില്ല. നിർത്തി, ഇല്ലെങ്കിൽ നിർത്തിക്കും. കഴുത്ത് വെട്ടടാ. ആരുമതി അരുത്. ഊരും പേരും അറിയാത്ത വഴിപോക്കരോട് കയറി അങ്കക്കരിക്കുള്ളരുത്. വഴിപോക്കരെന്ന് നിലച്ചോളെ തീരെ കുട്ടികളെ. രണ്ടുപേരും വാളെടുക്കും. ഇവർ ഒറ്റയ്ക്ക് മതി. മുരട്ടി കിളവ, നിങ്ങൾ രണ്ടുപേരും എടുത്തോളിരുന്നാണ്. ഞാൻ ഒറ്റയ്ക്ക് മതി. നിന്റെ ആ നാവ് ഞാൻ അരിഞ്ഞിടും. നിങ്ങൾക്ക് അംഗം വെട്ടിയേ പറ്റൂ. അതെ ശരി. ഇന്നേക്ക് 14-ാം നാൾ തൃപ്പൻകുട്ടപ്പന്റെ കളി നടക്കാൻ തയ്യാർ തയ്യാർ തയ്യാർ. ഊരും പേരും ചൊല്ലി. എന്റെ പേര് ആരോമൽ ഉണ്ണി, അമ്മ ഉണ്ണിയാർച്ച, അമ്മാവൻ ആരോമൽ ചേവകർ. പേര് ചന്ദ്രപ്പൻ, അമ്മ തുമ്പോലാർച്ച. അമ്മാവൻ ഈ നിൽക്കും കേളുവമ്മാവൻ, അച്ഛൻ ആരോമൽ ചേകവർ. ആരോമുണ്ണി കണ്ടോ? അറിയാണ്ട് കയറി വാളൂരി പോയിരുന്നെങ്കിൽ. ഇനി എന്തിനു ചിന്തിക്കുന്നു? രണ്ടുപേരും ചേർന്ന് നമ്മുടെ മുമ്പിൽ വെച്ച് അംഗമഴിക്കും. ഇല്ല. എടാ കൊച്ചനെ, നീ ഇവന്റെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞ് അംഗമഴിക്ക്. പിഴച്ചു പെറ്റ സന്തതിയല്ലേ. എടാ, നിന്റെ നാവ് പൂഴിയിൽ കിടന്ന് പിടയും. പേടിച്ചു നിൽക്കുകയാണെന്ന് നനയ്ക്കേണ്ട. ആരോമലമ്മാവന്റെ പേര് കേട്ടപ്പോ തെല്ല് നിന്നുപോയി. വീണ്ടും പറയുന്നു, ഇന്നേക്ക് 14-ാം നാൾ അംഗം. കുശിലുള്ള ചേകവരെ, ഗുരുക്കളെ, ചന്ദ്രപ്പ ചേകവരെ, എന്റെ വീട്ടിലോളം ഒന്ന് വരണം. തണ്ണീർ കുടിച്ചിട്ട് പോകാം. വിരോധമില്ല. പക്ഷേ അമ്മയെ ഒന്ന് കണ്ടുവരുമ്പോഴി പോരെ. ചന്ദ്രപ്പ, തമ്പിക്കുട്ടിയുടെ ആഗ്രഹമല്ലേ, വീട്ടോളം ഒന്ന് കയറി വരാം.
എവിടെ മാക്കം? നീ എവിടെ നിൽക്കുകയാണോ? ഇങ്ങോട്ട് വരീ. ഇതെന്റെ നേർപ്പങ്ങൾ മാക്കം. മാക്കം, നമ്മെ സഹായിക്കാനും സ്നേഹിക്കാനും കാവിലമ്മ അനുഗ്രഹിച്ചയച്ച യോദ്ധാക്കളാണ്. കാലിൽ വെള്ളമൊഴിച്ച് എതിരേൽക്കും. നിങ്ങൾ എങ്ങോട്ട് പോകണം ചൊല്ലിൽ? നീ ഇങ്ങോട്ട് പോകണമെന്ന് പറയും. പുത്തൂരം വീട്ടിലെ പാണന്റെ തലയാറ്റ് വീണ അരിങ്ങോടന്റെ മുറ്റത്തേക്ക്. ഓഹോ, ഇനി പാണന് വേണ്ടി അംഗവും പൊയ്ച്ചു നടത്തുകയാണോ നിന്റെ ഭാവം? പുത്തൂരം വീട്ടുകാർ അംഗത്തിനിറങ്ങുന്നത് ആളിന്റെ മുഖം നോക്കിയല്ല, സത്യവും നീതിയും നോക്കിയാണ്. അഴകിയവനെ കണ്ട് അച്ഛാന്ന് വിളിക്കാറുമില്ല. ആർച്ചേ, വാ കേറിപ്പോണ്. മുടിയും നരച്ച് മുട്ടിയുമായി, എന്നിട്ട് മോങ്ങണം നരിയും പുലിയും പോലെ. എന്തുണ്ടായി ഇത്രയ്ക്ക്? ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഈ പാണന് വേണ്ടി ഒരു തുള്ളി ചോര ചിന്താൻ ഞാൻ സമ്മതിക്കില്ല. പാണനും പറയനും പറഞ്ഞു തല്ലാൻ എന്തെളുപ്പം. പക്ഷേങ്കില് പേരും പെരുമയും പാടി നടക്കാൻ പാണം വേണം. കാവിലെ കാരണവന്മാരെ പാടി ഉണർത്താൻ പാണം വേണം. ആ പാണന്റെ തലവെട്ടിയെറിഞ്ഞ മാറ്റാന്റെ മുൻപിൽ മുട്ടുമടക്കി നിൽക്കണം പോലും. ഇതാ വരുന്നു അരുമ മകൻ. നിൽക്കവിടെ. എവിടെയാ പുത്തൂരം വീട്ടിലെ പാണന്റെ തലയെറിഞ്ഞവന്റെ ചിറക്ക്? എല്ലാം ഞാൻ പറയാമേ. നീ ഒന്നും പറയണ്ട, ഞാൻ എല്ലാം അറിഞ്ഞു. ഇറങ്ങടാ പടിക്ക് പുറത്ത്. മോനെ ആരോഗ്യം, ഞാൻ എന്തൊക്കെയായി കേൾക്കണത്? അച്ഛാ, അമ്മ അങ്കക്കലി കൊണ്ട് നിൽക്കുകയാണ്. പറഞ്ഞ തലയിൽ കയറില്ല. ഞാൻ ചൊല്ലണമെന്ന് കേൾക്കും. ഞാൻ കേൾക്കണതും കേൾക്കാത്തതും ഒപ്പമാണടാ. നീ പാടന്റെ പുലമുടി അറിയുന്നത് അറിയിക്കാൻ പടിക്ക് വന്ന് നിൽക്കുകയാണല്ലേ? വന്നേക്കാമട പോയി. ഞാൻ നിനക്ക് നീ ഒരു അംഗച്ചേവരാണെന്ന്. എവിടെടാ നിന്റെ തോഴൻ കണ്ണപ്പുണ്ണി? എവിടെ? കണ്ണപ്പുണ്ണി പോലശ്ശി നാട്ടിലുണ്ടപ്പൂപ്പ. ആരോ മുണ്ണി തോറ്റുമടങ്ങി പടിപ്പുരയിലേക്ക് വന്നതല്ല. ആളും പേരും കൂട്ടി അംഗത്തിന് പോകാൻ വന്നതുമല്ല. മനസ്സിലായി. പാളം വീട്ടി പഴകഞ്ഞി മോന്താൻ വന്ന് നിൽക്കണം. കയ്യിലെന്തിന് വാൾ വെച്ചേക്കണം. പാളയെടുക്കി പെണ്ണിൽ കമ്പം കയറി തുണയാളെ പെരുവഴിയിൽ എറിഞ്ഞു കൊന്നിട്ട് പിളം പോലും കൊണ്ടുവരാതെ വന്നു നിന്ന് മോങ്ങണം. നീ ഈ കറുത്തനാടിന് മാനക്കേടുണ്ടാക്കി. നിന്റെ ആരോമൽ അമ്മാവന് മാനക്കേടുണ്ടാക്കി. എന്റെ പൊന്നു മകൻ ഭരിച്ച വേദന പാടിപ്പാടി തണുപ്പിച്ച പാടനെ കൊല്ലിച്ചത് നീയാണടാ. കണ്ണു നിറഞ്ഞ സ്നേഹം മനസ്സ് നിറഞ്ഞ പാട്ടുമായി നടന്ന പാടനെ കൊല്ലിച്ചത് നീയാണടാ. എന്താ തീർന്നു? ഇനി ഒന്നുമില്ലടാ നിന്റെ അപ്പൂപ്പന് കാണാനും കേൾക്കാനും. എന്റെ നേരാങ്ങളെ അംഗം കുറിച്ചതിൽ പിന്നെ ആ പാലൻ ഉണ്ടിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, ഈ പടിപ്പുരയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അംഗത്തിന് പോകുമ്പോഴും ജയിച്ച് വെടിയും പടക്കവും പൊട്ടിച്ച് എഴുന്നള്ളുമ്പോഴും നാടായ നാട് മുഴുവൻ കാടും മേടും ചവിട്ടി നടന്നു ആ പാവപ്പെട്ട പാലൻ. എന്റെ മോന്റെ ചിറകണ്ട് നിൽപ്പാൻ കെട്ടില്ലാണ്ട് അവന് ഉടനെ ഇറങ്ങിത്തിരിച്ചു. മരിക്കുവോളം പാടിയത് ഈ വീടിനെ പറ്റി, എന്റെ ആരോപണെ പറ്റി. എന്റെ മേല് പെരുക്കണം, കാല് വിറയ്ക്കണം. അപ്പൂപ്പ, തമ്പിക്കുട്ടിയുടെ തലയെടുക്കാൻ ഞാൻ ഏറെയാണ്. പക്ഷേങ്കില് അവന് തുണയ്ക്കൊരു പുതിയ ആളുണ്ടായിരിക്കണം. ഒരാള് 1000 ആളുണ്ടാകട്ടടാ. അപ്പൂപ്പ, ക്ഷമയോടെ കേക്ക്. ഇനി ഞാൻ ഈ പടിപ്പുരയിൽ കാലുകുത്തുമ്പം മാറ്റാന്റെ ചോര ഈ വാളുണ്ടായിരിക്കും. പക്ഷേങ്കിൽ ആ ചോര എന്റെ അമ്മാവന്റെ മകന്റേതായിരിക്കും. അതെ, ആരോമലമ്മാവന്റെ മകൻ ചന്ദ്രപ്പൻ. ആരോമണ്ണി എന്തു പറഞ്ഞു? തമ്പിക്കുട്ടിക്ക് കൂട്ടായിട്ട് അവൻ അരങ്ങോടന്റെ അരമനയിൽ കൂടിയിരിക്കുന്നു. കൂടുതൽ എന്നോട് ചോദിക്കണ്ട, ഞാൻ പോവുകയാണ്. കുഞ്ഞിരാമ, എന്താണ് കേൾക്കുന്നത്?